അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ്. റബീഉൽ അവ്വലിലെ ഏതാനും ദിവസങ്ങളൊക്കെ കടന്നുപോയി. എൻ്റെ നല്ല പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ ഇനിയും കിടക്കുകയാണല്ലേ. ഈ മാസത്തിലെ ഈ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബ് മുത്ത് റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കടങ്ങളൊക്കെ എത്ര വലിയ കടങ്ങളാണെങ്കിലും പെട്ടെന്ന് വീട്ടിൽ തീർക്കാൻ പഠിച്ച റബ്ബ് തൗഫീഖ് നൽകട്ടില്ലേ. കടക്കാരെ മരിക്കേണ്ട അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. നമുക്കെന്നും സമാധാനക്കേട് കടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണല്ലേ. എത്ര വലിയ കൊട്ടാരം കിട്ടിയാലും നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല മക്കളെ. അപ്പോൾ കടങ്ങളില്ലാത്ത ജീവിതം, വീട് ചെറുതാണെങ്കിലും കടങ്ങളില്ലാത്ത ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഈ കടം 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 എപ്പോഴും കടം, ഇത് ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് അസുഖങ്ങൾ വരികയെ വന്നു തുടങ്ങും. പഠിച്ച റബ്ബ് കടങ്ങളൊന്നുമില്ലാതെ റാഹത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീടാനുള്ള വഴിയൊക്കെ പഠിച്ച റബ്ബ് എളുപ്പമാക്കി തരട്ടെ. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് നമ്മളെ ചാനലിൽ ആടുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടം നമുക്ക് എന്ത് ചെയ്യാം, നിസ്സാരമായിട്ട് ആ കടം നമുക്ക് വീട്ടാനുള്ള പഠിച്ച റബ്ബ് അതിനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ആർക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും തഹജ്ജുദ് നിസ്കാരം ഭയങ്കര ശ്രേഷ്ഠമായ നിസ്കാരമാണ് കേട്ടോ. സുന്നത്ത് നിസ്കാരങ്ങൾ പഠിച്ച റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്ന നിസ്കാരമാണ്. ഒരുപാട് പ്രതിഫലമുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുന്നൊരു സമയത്ത് നമ്മൾ റബ്ബിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മൾ ഓരോ എടുത്ത നിസ്കാരപ്പായിലേക്ക് ഒന്ന് നേരിട്ട് പറയുകയാണ് പഠിച്ച റബ്ബിനോട്. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം ഇതുവരെ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അത് ഒരിക്കലെങ്കിലും ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ. തഹജ്ജുദ് നിസ്കാരം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു പവറാണ്. എത്ര വലിയ കട ഉണ്ടെങ്കിലും എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ധൈര്യമാണ്. അതൊക്കെ ആ കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിഷ്പ്രയാസം നമ്മളതിൽ നിന്നൊക്കെ ഊരിപ്പോരും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പഠിച്ച റബ്ബ് എനിക്ക് തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസം വെച്ചിട്ട് വേണം നമ്മളത് ചൊല്ലി തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസപ്പെടുന്നവർ, കുറേ നാളായി കടം 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 ഇങ്ങനെ കടം കൊണ്ട് കടം ഒഴിച്ചിട്ടുള്ളൊരു നേരവും ഇല്ല എന്നുള്ള സങ്കടപ്പെടുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദ് നമസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് തന്നെ പഠിച്ച റബ്ബിനോട് സങ്കടം പറയുക. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ പഠിച്ച റബ്ബിന് നമ്മളെ ഉത്തരവാദിത്വം, നമ്മളെ സങ്കടങ്ങൾ, നമ്മളെ കടം, എല്ലാ പ്രയാസങ്ങളും പഠിച്ച റബ്ബിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഇനി പഠിച്ച റബ്ബ് തീരുമാനിക്കട്ടെ, അത് ഹൈറായ രീതിയിൽ തീരുമാനിക്കട്ടെ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ആ ഒരു ഇത് 301 തവണ ആ ഒരു ദുആഇനെ നമ്മൾ ചൊല്ലാം. 301 തവണ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം. എത്ര വലിയ കട ഉണ്ടെങ്കിലും പഠിച്ച റബ്ബ് അത് ഹലാലായ രീതിയിൽ വീട്ടാനുള്ള തൗഫീഖ്, അതിനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു തരും. അത് നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. ഇത് എൻ്റെ അനുഭവം മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിലും എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് അവർ ചിലരൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിത് ഉപകരിക്കുകയാണെങ്കിൽ, ചെയ്ത് നോക്കിയിട്ട് ഉപകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. പഠിച്ച റബ്ബ് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് എന്താണ് എൻ്റെ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു നല്ല മാസത്തിൻ്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബ് നമ്മളെ അമലുകളൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എന്തായാലും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ പെർഫെക്റ്റായിട്ട് മനസ്സിൽ പഠിച്ച റബ്ബ് തരും, ആ വഴി എനിക്ക് എളുപ്പമാക്കി തരും, എനിക്ക് ആ വഴി തുറന്ന് തരും എന്നുള്ള, അത് നമുക്ക് ഹറാമായ രീതിയിലൊന്നും വേണ്ട. പഠിച്ച റബ്ബിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ഹലാലായ രീതിയിൽ ആ വഴി നിങ്ങൾക്ക് അവിടെ തുറന്നു തരും. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്, സമാധാനമാണ്. ഇൻഷാ അല്ലാഹ് ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ നീ പഠിച്ച റബ്ബ് തരും എന്നുള്ളൊരു ഒരൊറ്റ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാഹ് പഠിച്ച റബ്ബ് ആ 7 ദിവസത്തിനകം അതിനകം തന്നെ നിങ്ങൾക്ക് അതിനുള്ള വഴി അവിടെ തുറന്ന് കാണിച്ചു തരും, എളുപ്പമാക്കി തരും, മനസ്സിന് സമാധാനം തരും. കടങ്ങളില്ലാത്ത ജീവിതമാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ ഒരു ജീവിതം ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെ നിങ്ങൾ ഇത് കഴിഞ്ഞാലും, നിങ്ങളെ കടങ്ങൾ വീട്ടിൽ കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജീവിതത്തിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. കാരണം നമുക്ക് ഒരു പ്രയാസങ്ങൾ ഇനി വരാതിരിക്കാനും, ഇനി കടങ്ങളൊന്നും വരാണ്ടിരിക്കാനും, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനും പഠിച്ച റബ്ബിനോട് ഈ ഒരു ദുആ നമുക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു ദുആ ആണിത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ
ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.